അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റംലാൻ ഇഫ്താർ സീരീസ് ആണ്. ആൻഡ് ഒരു സ്നാക്കാണ്. ദിസ് ഈസ് ദ ബെസ്റ്റ് സ്നാക്ക് ഐ എവർ മെയ്ഡ്. അങ്ങനെ തന്നെ പറയാം. അത്രയും എനിക്കിഷ്ടപ്പെട്ട ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ ക്രീപ്പ്. അപ്പോൾ 3 പേരുള്ള പോലെ തന്നെ 3 സ്റ്റെപ്പായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. ഫസ്റ്റ് തന്നെ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഒരു മസാല റെഡിയാക്കുക. പിന്നെ അത് റാപ്പ് ചെയ്യാനുള്ള ഒരു ദോശ ചുട്ടെടുക്കുക. അതാണ് 3 സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര എളുപ്പത്തിൽ 10 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ പറഞ്ഞാൽ അത് പോസിബിൾ അല്ല. പക്ഷെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നോക്കാം അല്ലേ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ബോൺലെസ് ചിക്കൻ പീസസ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഭയങ്കര സിമ്പിളാണെന്ന് ചോദിച്ചാൽ അത്ര സിമ്പിളല്ല. എന്നാൽ എല്ലാവർക്കും ഉണ്ടാക്കാം, അത്ര മെനക്കേടൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ചിക്കൻക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നോർമൽ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനൊന്ന് കളർ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഇത് കോൺഫ്ലവർ ആണ്, കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു ലെമണിൻ്റെ ജ്യൂസാണ്. അപ്പോൾ അതാ ഒരു ലെമൺ ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം എല്ലാ സൈഡിലും എത്തുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുന്ന സമയത്ത് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ പേര് ബട്ടർ ചിക്കൻ ക്രീപ്പ് എന്നായതുകൊണ്ട് തന്നെ ബട്ടറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഈ ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ നല്ലപോലെ മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കണം. ഈ ബട്ടർ കടന്നിട്ട് ഇത് കുക്കായി കിട്ടണം. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് ഇത് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതൊന്ന് കുക്കായി വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചിക്കനൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇളക്കി കൊടുത്ത് കുക്കാക്കി എടുക്കണം. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഓരോ ഭാഗം സെറ്റായി വരും. വീണ്ടും ലിഡ് ക്ലോസ് ചെയ്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി അങ്ങനെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2-3 വട്ടം ചെയ്യുമ്പോൾ തന്നെ സംഭവം സെറ്റായി വരും. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. ദോശ ചുട്ടെടുക്കാനുള്ള ബാറ്ററാണ് റെഡിയാക്കണത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര ആളുണ്ട് അതിനനുസരിച്ചിട്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 3 കപ്പ്, ഈ ഒരു കപ്പിന് 3 കപ്പ് മൈദ ആണ് കേട്ടോ എടുക്കുന്നത്. 3 കപ്പ് മൈദ എടുത്തിട്ട് അതിലോട്ട് പാലാണ്, കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനൊരു 150 ml ഒക്കെ പാലുള്ളതിലുണ്ടാവുക, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണം. അപ്പോൾ ഇതാ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ബാറ്ററാക്കി എടുത്ത് വരാം. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിൻ്റെ ശേഷം നല്ലപോലെ ബാറ്ററാക്കി എടുക്കണം. പിന്നെ ഇത് അടിക്കണ സമയത്ത് വെള്ളം കുറവാകും. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബാറ്ററാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. ഇങ്ങനെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക. നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിൻ്റെ ശേഷം ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചൂടുണ്ട്, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു കളി വരുന്നത്. ചിക്കൻ നല്ലപോലെ കുക്കായി കിട്ടണം. കാരണം നമ്മളിത് വേറെ ഫ്രൈ ചെയ്യണമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിക്കനും മസാലയൊക്കെ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ഈ ബട്ടറൊക്കെ ഇതിൽ തന്നെ ഇരുന്നോട്ടെ. നമുക്ക് ചിക്കൻ മാത്രം ഇതിൽ മാറ്റിയെടുക്കാം. അതിൻ്റെ ശേഷം ഈ ഒരു പാൻ തന്നെ വെച്ചിട്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം.
മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ചൂടായിരിക്കുന്ന പാൻ ആയതുകൊണ്ട് അതിക്ക് ബട്ടറും പിന്നെ അതുപോലെ സൺഫ്ലവർ ഓയിലുമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിൻ്റെ ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത് പച്ചമുളകാണ്. അപ്പോൾ ഓരോരുത്തർ എരിവിനും പ്രിഫറൻസിനും അനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ 2 കുഞ്ഞു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോണത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. നല്ലപോലെ ഒന്ന് ആയി വരുന്ന സമയത്ത് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം നേരം കുക്കാക്കി എടുക്കൊന്നും വേണ്ട, കാരണം അതിലോട്ട് നമുക്ക് നെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് 2 ടൊമാറ്റോ ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ അതിൽ കിടന്നിട്ട് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഈ ടൊമാറ്റോ നല്ലപോലെ ഒന്ന് ബോയിലായി വരട്ടെ. വെറുതെ 2 തക്കാളി ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ്. ഇത് നല്ലപോലെ ബോയിലായി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോണത് ഒരു 1/2 സ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതുകൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് നേരത്തെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ പകുതി പരിപാടി കഴിഞ്ഞു. ചിക്കൻ ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കുക. ചെറുതായിട്ട് ഈ ഒരു മസാല ഒന്ന് വറ്റി വരുന്ന വരെ ഇതൊന്ന് കുക്കാക്കി എടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മസാലയിൽ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് 1 പീസ് കുഞ്ഞ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും അതിൽ കിടന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് ഞാനത് അവിടെ മിക്സഡ് ഹെർബ്സ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ആണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. നല്ലോണം ഒന്ന് ആക്കിയിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫ്ലേവർ അതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ക്രീം കുറച്ച് കട്ടയായി പോയിട്ടുണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആയതിൻ്റെ ശേഷം ഞാൻ ഇതിട്ട് കൊടുക്കും. അപ്പോൾ ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തതിന് ശേഷം പരിപാടി കഴിഞ്ഞു. ക്രീം അതിൽ കുറച്ച് മെൽറ്റ് ചെയ്തു. പിന്നെ കുറച്ച് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. മീൻസ് അതിൻ്റെ കട്ടൊന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ എന്താവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ചൂട് കിടന്നിട്ടൊന്ന് സെറ്റ് ആവട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് പരിപാടിയിലോട്ട് എത്തിയിട്ടുണ്ട്. ദോശ ചുട്ടെടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ ഉപയോഗിച്ചിട്ട് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക. ഓരോ ദോശ ഭയങ്കര തിന്നായിട്ട് പാർന്നെടുക്കാൻ പോവുകയാണ്. പാന് ചൂടായി എന്നൊരു വിശ്വാസത്തിൽ പാരുകയാണ്. അപ്പോൾ ചൂടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു നല്ല സൗണ്ട് കേട്ടാലാണ് പാന് ചൂടായി എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ദോശ ഇവിടെ റെഡിയായി. ഇനിയാണ് ഇതിൻ്റെ ഫൈനൽ സെറ്റിംഗ്. ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി ഈ മസാല ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുക. മസാല ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പെട്ടി പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം എന്താ ചെയ്യാന്നല്ലേ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമൊന്നുമില്ലാന്ന്. അപ്പോൾ ജസ്റ്റ് ഒരു പാനിൽ ബട്ടർ ആക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഈ റാപ്പ് ഉണ്ടല്ലോ ഇത് ഇതിലൊന്ന് വെച്ച് 2 സൈഡും ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഞാനിത് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റേ സൈഡും ബട്ടറിൽ നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കുക. അത്രേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഞാനിനി ഇത് ഫുള്ളൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഫില്ലിങ് സെറ്റാക്കിയതിൽ ചീസ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ചീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ചീസ് വെച്ചിട്ടും ചീസ് വെക്കാതെയും ചെയ്യാം. അപ്പോൾ നേരത്തെ ചീസ് വെക്കാതെ ചെയ്തു. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. മൊസറല്ല ചീസാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്യുക. മൊസറല്ല ചീസ് ഇങ്ങനെ പീസ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ നേരത്തെ പോലെ തന്നെ റാപ്പ് ചെയ്തിട്ട് ബട്ടറിൽ ഒന്നാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് ബട്ടറിലൊന്നിങ്ങനെ
നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കാണ് വേണ്ടത്. 2 സൈഡും. ബട്ടർ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടാണ് ബട്ടറിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയി വരുന്നത്. ഒരു സൈഡ് നല്ലപോലെ ആയതിൻ്റെ ശേഷം മറ്റേ സൈഡ് കൂടി ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്താൽ ആ സൈഡും കൂടി നല്ല പോലെ ആയി കിട്ടും. ഒന്ന് ഇങ്ങനെ പോരുമ്പോൾ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ചൂടിൽ തന്നെ ആകുമ്പോൾ അതങ്ങനെ ഒട്ടി കിട്ടും കേട്ടോ. ഇതാണ് ഫൈനലി നമ്മുടെ സംഭവം ഇവിടെ ആയിട്ടുണ്ട്. ബട്ടർ ചിക്കൻ ക്രീപ്പ് അതാണ് പേര്. അപ്പോൾ നല്ല ചീസൊക്കെ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് നല്ല ചീസി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഫൈനലി നല്ല ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അടിപൊളിയാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഒന്നും പറയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം. റംസാനിൽ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ. പിന്നെ നിങ്ങളെ ഒപ്പീനിയൻസ് ഒക്കെ ഒന്ന് കമൻ്റ് ആയിട്ട് പറയാം. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.